He says, like a father pities his children. അപ്പന് മക്കളോട് എന്ത് തോന്നുന്നു? കരുണ തോന്നുന്നത് പോലെ. സ്തോത്രം. അപ്പം if we examine the word of God, there's lot of verses, there's lot of directions about the fatherhood of God. ദൈവം നമുക്ക് എങ്ങനെ ഒരു പിതാവായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒത്തിരി വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. But before that, and if we look in the word, there's a certain hierarchy which the Lord has kept. God the Father, then our Lord Jesus Christ, and then the man, the father or the husband. Ada hierarchy. Adu kayinittu wife or the mother. Adana hierarchy aayittu vechirikkunnathu. Appo so God has established this fatherhood, and God has given us an example how to follow. ദൈവം നമുക്ക് ഒരു മാതൃക വെച്ച് തന്നിട്ടാ എങ്ങനെ ഒരു പിതാവായിരിക്കണം, ഒരു പിതാക്കന്മാർ. There are a lot of fathers here. I'm also a father. We are both fathers. ഇനിയും fathers ആകാൻ പോകുന്നവരുണ്ട്, വിവാഹം കഴിക്കാൻ പോകുന്നവരുണ്ട്. So it's a good thing to learn what is the fatherhood of God and what God expects of us. Before that, I just want to show some examples of fathers in the Bible. ഒത്തിരി ഉണ്ട്, but I've taken only 5. 5 types of fathers in the Bible. Number 1, shall we read 1 Samuel chapter 20 and verse 30. 1 Samuel chapter 20 and verse 30. Then Saul's anger was aroused against Jonathan, and he said to him, "You son of a perverse, rebellious woman, do I not know that you have chosen the son of Jesse to your own shame and to the shame of your mother's nakedness?" See, we read here about Saul, King Saul. Saul was there and he was, we know the story, but I don't want to go into the details. Saul, was so angry at his son that day, and, he shouts at him. മലയാളത്തിൽ വായിച്ചാലേ, കോപം യോനാഥാന്റെ നേരെ ജ്വലിച്ചു. അവനോട്, വക്രതയും ദുശാഠ്യമുള്ളവരുടെ മകനെ, നിന്റെ സ്വന്തം ലജ്ജയ്ക്കും നിന്റെ അമ്മയുടെ നഗ്നതയുടെ ലജ്ജയ്ക്കുമായി നീ ഇശായിയുടെ മകനോട് കൂടിയിരിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടെയോ? There was a mighty victory which happened through Jonathan, and he couldn't handle it. ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ he was spewing out his anger. തൻ്റെ മകനോട് ആ കോപം മുഴുവൻ he was pouring it out. യോനാഥാന്റെ മനസ്സൊന്ന് ഓർത്ത് നോക്കിയേ. How would have Jonathan felt that day? തൻ്റെ സ്വന്തം അപ്പൻ തന്നോട് പറയുകയാണ്, തന്നെ പറ്റി അങ്ങ് ഒരു കേഴ്സ് ചെയ്ത് പറയുന്നത് പോലെ ഒരു പറച്ചിൽ. How much you have heard? We all might have gone through that in our lives. നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവാം. നമ്മൾ പരീക്ഷ പാസ്സാകാതിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ജോലിയിൽ വേണ്ടത്ര പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടുന്നത് പോലെ കിട്ടാതെ വന്നപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വന്നപ്പോഴായിരിക്കാം. They might have got so angry and they might have just spewed out the anger upon us, and we might have got hurt. നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി വേദന വന്നിട്ടുള്ള ഒരു സമയം ഉണ്ടാകാം. ഒത്തിരി അബ്യൂസീവായിട്ടുള്ള ഫാദേഴ്സ് നമുക്ക് കാണാൻ കഴിയും. We read in the newspapers, എന്തൊക്കെ അപ്പന്മാർ മക്കളോട് ചെയ്യുന്നത്. അപ്പന്മാർ സ്വന്തം മക്കളെ കൊന്നുകളയുന്ന അനുഭവം, കൊച്ചു പെൺകുഞ്ഞുങ്ങളെ പോലും കൊന്നുകളയുന്ന അനുഭവങ്ങൾ. We are reading it in the newspapers. Things are going from bad to worse. But here it says, here we read about an abusive father who wants to abuse his son. തൻ്റെ ജീവിതത്തിൽ തൻ്റെ ദാവീദിനോടുള്ള അസൂയ കാരണം he was spewing out his anger upon this child. ഞങ്ങൾക്കൊരു ഫാമിലി അറിയാം, വളരെ കർത്താവിനാൽ പ്രയോജനപ്പെടുന്നൊരു ഫാമിലിയാണ്. കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. അവർക്ക് 2 ആൺമക്കളാണ്. അപ്പം ഞങ്ങൾ we used to go to their house very often because എല്ലാ മാസവും ഞങ്ങൾക്ക് we receive a call from them. മക്കളെ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു ഞങ്ങളെ. ഹൗസ് ദ മിനിസ്ട്രി, ഹൗസ് യുവർ ജോബ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലിയാണ്. പക്ഷെ ഒരിക്കൽ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് the wife, the auntie said, ആ അങ്കിള് മരിച്ചുപോയി. ഇപ്പോൾ the auntie said, 2 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഒരിക്കൽ this mother told ഈ ഇളയ മോനോട് പറഞ്ഞു, എടാ നിനക്കൊക്കെ പകരം 2 പട്ടിയെ വളർത്തിയിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരൂടെ പ്രയോജനമായിരുന്നു. എപ്പോഴോ ദേഷ്യം വന്നപ്പം പറഞ്ഞതാ. പക്ഷെ what, the eldest son still not in the, he was in the faith but he left the faith. വിശ്വാസം വിട്ടുപോയി. 2ാമത്തെ മോന് he struggling. അവന്
വരണമെന്ന് ആഗ്രഹമുണ്ട്, ശുശ്രൂഷയിലൊക്കെ വരണമെന്ന് ഭയങ്കര ആഗ്രഹം. സ്റ്റിൽ സ്ട്രഗ്ലിംഗ് വിത്ത് ജോബ്. ജോലി ഞങ്ങൾ അറിയാവുന്നിടത്തോളം ഒത്തിരി നാൾ ഹി ഹാഡ് എ വെരി ടെമ്പററി ജോബ്. എവറി ടൈം ഐ കോൾ ഹിം, ബ്രദർ ജോലി അങ്ങോട്ട് അച്ഛാ അറിയത്തില്ല, ടുമോറോ ഐ മൈറ്റ് ലൂസ് മൈ ജോബ്. എവറി ഡേ ഇറ്റ് വാസ് ദ സെയിം തിങ്. യുനോ ഫാദേഴ്സ് ഭയങ്കര അധികാരത്തിലുള്ള ഒരു, God has kept us in a very powerful position and authority over our children. We should be very careful about the words that we tell our children. Fathers, we should be very responsible in the words that we tell our children. രണ്ടാമത്, in 2 Timothy chapter 1 and verse 5, we read about another father. 2 Timothy chapter 1 and verse 5. Call to remembrance the genuine faith that is in you, which dwelt first in your grandmother Lois and your mother Eunice, and I am persuaded is in you also. So here Paul is writing to his beloved son in the faith, Timothy. And we read when Paul is addressing Timothy, there is no mention of his father. Father avadilla. He was a Yemenite Greek father ആയിരുന്നു. പക്ഷേ he was totally missing in the life of Timothy. തിമത്തിയുടെ ജീവിതത്തിൽ ഈ പിതാവിൻ്റെ യാതൊരു ഇൻഫ്ലുവൻസും കാണുന്നില്ല. He was an absent father. He was never there. അവൻ്റെ ആത്മീയ വളർച്ചയിൽ, അവൻ്റെ ശുശ്രൂഷയുള്ള മുമ്പോട്ടുള്ള കാര്യത്തിൽ he was not even circumcised. Timothy is circumcised even അന്നത്തെ ഇത് നിയമം അനുസരിച്ചിട്ട് they had to circumcise the child, but he is never circumcised. പൗലോസ് ആ ശിഷ്യനായി എടുത്തുകൊണ്ട് പോയതിന് ശേഷമാണ് തന്നെ സർക്കംസൈസ് ചെയ്യുന്നത് പോലും. Absent father. അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്, but no connection to the children, no input to the growth, the spiritual growth of their children. He must have provided for their family. ആ ഫാമിലിക്ക് വേണ്ടി നല്ലപോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവാം, കുഞ്ഞുങ്ങളെ നല്ല സ്കൂളിൽ വിട്ടിട്ടുണ്ടാവാം. തിമോത്തിയോസിനൊക്കെ സ്ക്രിപ്റ്റേഴ്സ് നല്ലപോലെ അറിയായിരുന്നു, വചനം നല്ലപോലെ അറിയായിരുന്നു. തൻ്റെ മാതാക്കൾ അമ്മയും വല്യമ്മച്ചിയും കൂടെ, യൂനിസ് ആൻഡ് ലോയിസ്, they were the ones who invested into that child with the scriptures. But somehow Timothy's father is not mentioned, totally absent. When the Holy Spirit records the life of Timothy's father is not mentioned. He's an absent father. What happens is, നമ്മൾ ചിലപ്പം നമ്മുടെ ജോലി, ഈവൻ ശുശ്രൂഷയിലായിരിക്കുന്ന ഞങ്ങൾ പോലും, what happens is we get so tied down with the work and the ministry. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഏറ്റവും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന നമ്മുടെ ഫാമിലിയാണല്ലോ, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. അത് അവരൊന്നും പറയത്തൊന്നുമില്ല. പക്ഷേ ചർച്ചിൽ ഒരാളുടെ വിഷയം പ്രാർത്ഥിച്ചില്ല, എന്ത് പറ്റും? അവർ പിണങ്ങും. അതുകൊണ്ട് അവരോട് പിണങ്ങല്ലേ, നമ്മുടെ വീട്ടുകാരോട് പിണങ്ങിയാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞുങ്ങളെ അവോയ്ഡ് ചെയ്യാലും നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരാളുടെ കാര്യങ്ങൾക്ക് ഇടപെടും. നമ്മുടെ ജോലിയിൽ, കാരണം നമ്മുടെ ബിസിനസ് നടക്കണം, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? the best thing that we can avoid is our children. അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നവരുണ്ട്. ആബ്സെൻറ്റ് ഫാദേഴ്സ്. അങ്ങനെ വരരുത്. ഫാദറും മദറും ഒരുപോലെ ഇൻവോൾവ് ആകേണ്ട ഒരു ശുശ്രൂഷയാണ് പാരൻറ്റിങ്. വെരി ഇമ്പോർട്ടൻറ്റ്. Father and mother both should be involved equally in raising up our children. So, absent father. I heard about a story of a son, of a small son, and he wanted to talk to his dad, but the dad was never there. ഒരിക്കലും അവിടെ ഇല്ല. So അപ്പം ഒരു ദിവസം ചെന്ന് ചോദിച്ചു, "Dad, what is your salary?" He said, "Why do you want to know my salary, man?" He said, "No, I just want to know how much you make." "No, that's none of your business. Anyway, you're getting what you need, yeah? You're getting clothes, you're getting food." No, Daddy, I just want to ask you, how much money do you make? You tell me, okay, don't tell me your complete salary. Tell me how much money you make in an hour. ഒരു മണിക്കൂർ എൻ്റെ പപ്പ ജോലി ചെയ്യുമ്പം how much money do you get? So this father was not even understanding why his son is asking like this. So finally, when he was so persistent, small son, persistent, and finally he said, "Okay, I make so much money in an hour." You know what the son did? He collected all his pocket money and borrowed some money from his mother, and he went to his dad and he said, "Dad, see here, can I have 1 hour of your life to spend with you? ഒരു മണിക്കൂർ എന്നോട് കൂടെ ഒന്ന് ഇരിക്കാമോ? This is the money." അന്നേരമായി അപ്പന് മനസ്സിലായ തൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം. All of us, നമ്മൾ, maybe our children doesn't tell that in so much of a very clear words, but they all long for
The other day we were talking about our son Joshua. I mean, he's grown up. He calls us every day in the morning and we pray. But one week, I was busy and, I had only very short time with him. Most of the time Jesse was speaking to him. And then 2 days I spoke continuously. It was 2 days I spoke to him. But on the third day, Jesse took up the phone and he said, "It's been a long time since I talked to Papa." I said, "No, yesterday, 2 days I've been speaking to him." But that void is still there. He feels that നിറഞ്ഞിട്ടില്ല എന്തോ ഞങ്ങൾ എന്നിട്ട് പിന്നെ that day whole day and I was having work and then evening I called him up and I said our things and then we spoke for a long time. Nothing important. എന്നെ സംബന്ധിച്ചോളം നോക്കിക്കഴിഞ്ഞാൽ there was nothing serious. അവൻ്റെ ജോലി പോകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല പറഞ്ഞേ. Just normal day-to-day stuff. But that's what children are longing for. We need to give time for children to talk to us and for us to, we need to lend a listening ear. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് സംസാരിക്കാൻ ഒരവസരം കൊടുക്കണം. ഈ കുഞ്ഞുങ്ങൾ പോക്കറ്റ് മണി എടുത്തിട്ട് നമ്മളോട് വന്ന് ബ്രൈബ് ചെയ്യാൻ ഇടയാകരുത്. Can I have 1 hour of your time എന്ന് ചോദിക്കാൻ ഇടയാകരുത്. Thirdly, 1 Kings chapter 21. I don't have a name to give that father. First we had the abusive father, then we had the absent father, then I would like to say this as Ahab type of father. Ahabine poലുള്ള ഒരു പിതാവ്. Here what is happening is Ahab is the king, he's the husband, he's the father. പക്ഷേ ആ വീട് റൂൾ ചെയ്യുന്ന ആരാന്നറിയാം? ജെസബേല. സോറി ടു സേ ദിസ്, എന്നോട് പ്രശ്നമൊന്നും തോന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, അവിടെ അമ്മാമ്മയാണ് പാൻ്റ് ഇടുന്നത് എന്ന് പറയാറുണ്ട്. That is what happened in Ahab's life. Ahab was the king, yes. He had all the authority. The entire kingdom was under him. But somehow he failed to exercise the authority to lead his family and the kingdom in a godly manner. തൻ്റെ കുടുംബത്തെ, തൻ്റെ ഭാര്യ നമുക്കറിയാം അന്യജാതിയിൽ നിന്ന് വന്നൊരു സ്ത്രീയാണ്. It's not even a child of God. He should have taken the responsibility of leading. Is it Jezebel? No, it doesn't work here. It might work in your kingdom, but here we worship the Lord. ഇവിടെ നമ്മൾ കർത്താവിനെ ആരാധിക്കും. Our children will worship the Lord എന്ന ധൈര്യത്തോടെ പറയാൻ I have forgot. He didn't have the guts to do it. അപ്പം പറ്റിയെന്ന് പറഞ്ഞാൽ he led the whole kingdom away from the Lord. ദൈവത്തിൻ്റെ കോപത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ ഈ ഒരു പിതാവ് ഇടയാക്കി തീർത്തു. The whole kingdom, തൻ്റെ മക്കളും എല്ലാവരെയും നശിപ്പിക്കാൻ ഇടയായി തീർന്നു. So Ahab type of father. Fourthly, in 1 Samuel chapter 2 and verse 22. 1 Samuel chapter 2 and verse 22. Now Eli was very old, and he heard everything his sons did to all Israel, and how they lay with the women who assembled at the door of tabernacle of meeting. So he said to them, "Why do you do such things? For I hear of your evil dealings from all the people. No, my sons, for it is not a good report that I hear. You make the Lord's people transgress." Thank you. So here we read about priest Eli. Eli പുരോഹിതനെ പറ്റി നമ്മൾ വായിക്കുന്നത്. He was a descendant of Aaron. ഇങ്ങനെ വന്ന് ആ പുരോഹിത സ്ഥാനമൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ he had no control over his children. Abdicated father ആയിരുന്നു. He തൻ്റെ മേൽ വെച്ചിരുന്ന റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്തു? താത്തു വെച്ചു. He failed to fulfill or undertake the responsibility of a father. ആ പിതാവ് എന്നുള്ള നിലയ്ക്ക് ആ കുടുംബത്തെ, ആ നേഷനെ പുരോഹിത ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് നയിക്കേണ്ട വ്യക്തി, ഈവൻ വെൻ his children were sinning against the Lord, വളരെ വീക്കായിട്ട്, മോനെ എന്താ മോനെ നീ ഇങ്ങനെ ചെയ്തത്? അന്നത്തെ എടുക്ക് നല്ല വടിയെടുത്ത് 2 കീറ് കൊടുക്കേണ്ടതാണ്. പക്ഷേ ചെയ്തില്ല. എന്താ മക്കളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നാലും നിങ്ങളൊക്കെ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു വളരെ സോഫ്റ്റായിട്ട്, അത്രയും വലിയൊരു പാപം തൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടും very soft, abdicated father. Finally, I want to show you a good father. Abraham, Genesis 18 verse 19. Genesis 18 verse 19. For I have known him in order that he may command his children and his household after him, that they keep the way of the Lord, to do righteousness and justice, that the Lord may bring to Abraham what he has spoken to him. Yes.
Here, God is certifying of Abraham, and He says, I know him that he will command his family, his children, and his household after him, and they shall keep the way of the Lord. എനിക്ക് ഉറപ്പുണ്ട് ഈ അബ്രഹാമിനെ പുറത്ത് ഞാൻ ഫാദറാക്കി വെച്ചേക്കുമ്പോൾ അവന് മുമ്പിൽ ഒത്തിരി കുറവുകളുണ്ടായിരുന്നു അതിന് മുമ്പേ. But the Lord says, now I know he has reached a point where I can trust him. എനിക്ക് ഏബ്രഹാമിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, that he will command his children and his entire household. അവിടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യും? that they will fear the Lord. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ തന്നെ they will keep the way of the Lord and do justice and judgment, that the Lord may bring upon Abraham that which he has spoken of him. തന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ മുഴുവൻ ഏബ്രഹാമിനും സന്തതിക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി I know Abraham will do everything. What a great testimony that Abraham had. Just want to quickly say some of the responsibilities. നമ്മൾ പിതാക്കന്മാരായി നമ്മൾ നിൽക്കുമ്പോൾ ദൈവവചനം നമ്മളോട് പറയുന്ന ചില റെസ്പോൺസിബിലിറ്റീസ് പെട്ടെന്ന് ഓടിച്ച് പറയാം. Proverbs chapter 22 and verse 6. Proverbs 22 and verse 6. Some of the responsibilities which God has entrusted upon us as fathers. Train up a child in the way he should go. Train up a child in the way he should go. We should be the first teachers of our children. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനവും ദൈവ ഭയവും പഠിപ്പിക്കേണ്ട ആദ്യത്തെ വ്യക്തി should be the fathers. നമ്മുടെ മേലാണ് ദൈവം വെച്ചേക്കുന്നത്. മാതാപിതാക്കളായ നമ്മുടെ മേൽ വെച്ച അതിൻ്റെ ലീഡ് ഭർത്താക്കന്മാർക്ക് പിതാക്കന്മാർക്ക് ആണ് ദൈവം വെച്ചേക്കുന്നത്. ബി യുവർ ചൈൽഡ്സ് ഫസ്റ്റ് ടീച്ചർ. സ്കൂളോ സൺഡേ സ്കൂളോ ഗവൺമെൻറ്റോ അല്ല. Our children should know the way of the Lord, the fear of the Lord from us. Number 2, 2 Corinthians chapter 3 and verses 2 to 3. 2 Corinthians chapter 3 and verses 2 to 3. You are our epistle written in our hearts, known and read by all men. Clearly, you are an epistle of Christ, ministered by us, written not with ink, but by the Spirit of the living God, not on tablets of stone, but on tablets of flesh, that is of the heart. Madi. See, here we read that we are, the apostle says that 2 and 3. Yeah, 2, yeah. 3, can we have 3? Verse 3. Yeah. There says 3 ആണ്. 2 Corinthians chapter 3. Verses 2. Yeah. Chapter 3 ആണോ ഇത്? Chapter 2 ആണെന്ന് തോന്നുന്നു കിടക്കുന്നത്. Basically, it says, you are the letter. Yeah. All of you are an epistle written in our hearts, known and read of all men. സകല മനുഷ്യരും വായിക്കുന്ന ലേഖനമാണ് നമ്മുടെ ജീവിതം. അത് ആദ്യം വായിക്കുന്ന ആരാന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഇവിടെ നിന്ന് എനിക്ക് വലിയ പ്രസംഗങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ ജസീം ജോഷു ആയിരിക്കും ആദ്യം എന്നെ ചോദ്യം ചെയ്യുന്നത്, എൻ്റെ ജീവിതം ക്രമമല്ലെങ്കിൽ. ആദ്യം ചോദിക്കുന്ന അവരായിരിക്കും, പറഞ്ഞ ശരിയായില്ലല്ലോ, വീട്ടിലിങ്ങനെയല്ലല്ലോ നിങ്ങൾ എന്ന് ആദ്യം വിരൽ ചൂണ്ടുന്നത് എൻ്റെ വീട്ടിലായിരിക്കും. വി ആർ ദി എപ്പിസിൽ ഓഫ് ക്രൈസ്റ്റ് വിച്ച് ഇസ് റെഡ് ബൈ ആർ ചിൽഡ്രൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ വായിക്കുന്ന സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി കാണണം. വി ഷുഡ് ലീഡ് ബൈ എക്സാമ്പിൾ. 1 Timothy chapter 5 and verse 8. I just want to quickly say that we should provide for our family, which we are doing. Proverbs chapter 13 verse 24. Discipline your children. കുഞ്ഞുങ്ങളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. And Deuteronomy chapter 6 and verse 6 to 9. Deuteronomy chapter 6 and verse 6 to 9. It says, these are the words which I command you this day shall be yours in your heart. Yeah. 7. And you shall teach them diligently unto your children. ഇത് ആരുടെ ഉത്തരവാദിത്തം അറിയാമോ? നമ്മുടെയാ. Sunday school, yes, they are doing a good job. They will continue to do so. But the primary responsibility of teaching the word and talking to them is, see, and shall talk of them when you sit in your house, and when you walk by the way, and when you lie down, and when you rise up. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ദൈവവചനം പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആരുടെയാ? പിതാക്കന്മാരുടെയാ ഫസ്റ്റ്, പിന്നെ മാതാക്കന്മാരുടെ. ചിലപ്പോൾ നമ്മളെന്ത് ചെയ്യുന്ന അറിയാമോ? എടി നീ പ്രാർത്ഥിച്ചാൽ മതി, നീ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ ജോലിയൊക്കെ തിരക്കാന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും? നമ്മുടെ അമ്മമാർക്കും ഭാര്യമാർക്കും ഒക്കെ ഈ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ ലീഡർഷിപ്പ് ഷുഡ് ബി വിത്ത് അസ്. നമുക്ക് ആ ലീഡർഷിപ്പ് വി ഷുഡ് ടേക്ക്. ദ ഫാദേഴ്സ് ആണ് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. Psalms 103 verse 13, നമ്മളിന്ന് വായിച്ച വാക്യം, ഹാവ് കമ്പാഷൻ ഓൺ ആർ ചിൽഡ്രൻ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ എന്ത് ചെയ്യുന്നു?
നമ്മുടെ ദൈവത്തിന് തൻ്റെ മക്കളോട് കരുണ തോന്നും, തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. സോ വി ഷുഡ് ഹാവ് പിറ്റി ഓൺ ആർ ചിൽഡ്രൻ. എപ്പോഴും റിജിഡായിട്ടൊരു മിലിറ്ററി റൂള് വീട്ടിൽ കൊണ്ടുവരാതെ വി ഷുഡ് ഹാവ് കമ്പാഷൻ, കരുണ. ഹാവ് പിറ്റി ഓൺ ദം, അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രഗിൾസ് ദാറ്റ് ദേ ആർ ഗോയിങ് ത്രൂ. അവർ സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടെ കടന്നു വന്നറിയാമോ? വി ഷുഡ് ഹാവ് കമ്പാഷൻ, വി ഷുഡ് ലേൺ, വി ഷുഡ് ടീച്ച് ദം, വി ഷുഡ് ഹിയർ ഫ്രം ദം. മോളെ എന്തുവാ, വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ യുവർ ലൈഫ് എന്ന് ചോദിച്ച് ഹാവ് കമ്പാഷൻ ഓൺ ദം. വഴക്ക് പറയുന്നതിന് മുമ്പ് it will be better if we understand them. Have pity on our children. James chapter 1 verse 22, it says, be doers of God's word. ദൈവവചനം നമ്മൾ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. കർത്താവ് ശിഷ്യന്മാർക്ക് അങ്ങനെ ആയിരുന്നല്ലോ. He showed it to his disciples and then asked them to do it. എന്ന് പറഞ്ഞതുപോലെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, they should see us doing it. നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് പണ്ടൊരു കഥ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു മോന് ചെന്ന് മമ്മിയെ വിളിച്ചു ചോദിച്ചു, മമ്മി എനിക്ക് എന്ന് ഈ ബൈബിളൊക്കെ വായിക്കാതിരിക്കാൻ ഏത് പ്രായമാകുമ്പം എനിക്ക് ഈ വായന നിർത്താൻ പറ്റുമെന്ന്. അറ്റ് വാട്ട് ഏജ് ഷുഡ് ഐ റീച്ച് സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റോപ്പ് റീഡിങ് ദ ബൈബിൾ? അത് ചോദിച്ചു. മമ്മി ചോദിച്ചു, മോനെ അതെന്താണ് അങ്ങനെ പറഞ്ഞേ? അല്ല, പപ്പ വായിക്കുന്നത് കാണുന്നില്ല. അപ്പോൾ പപ്പ ഏത് പ്രായത്തിലേത് വായിച്ച് നിന്നെന്ന് എനിക്ക് മനസ്സിലായ എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ എന്ന്. മനസ്സിലായില്ലേ? സോ വാട്ട് എവർ വി സേ വി ഷുഡ് ഡു ഇറ്റ് ഫസ്റ്റ്. നമ്മൾ ചെയ്ത് കാണിച്ചാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഫോളോ ചെയ്യത്തുള്ളൂ. We should read the Bible, we should pray, we should worship, we should go in time for church. We should show that example. നമ്മുടെ പുറത്ത് എക്സാമ്പിൾ കാണിക്കേണ്ടത്. Ephesians chapter 6 and verse 4, it says, do not provoke your children. പ്രൊവോക്ക് ചെയ്യരുത്, കുത്തി വേദനിപ്പിക്കരുത്, കുത്തിക്കളയരുത്. Understand them, but bring them up in the nurture and admonition of the Lord. Raise them to be young people of faith. വിശ്വാസത്തിൽ മെച്യൂർ ആയിട്ടുള്ള, വിശ്വാസത്തിൽ ഉറപ്പുള്ള കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കും. ദാറ്റ് ഷുഡ് ഹാപ്പൻ അറ്റ് ഹോം. പേരൻസ്, ഫാദേഴ്സിൻ്റെ മേലെ ദൈവം വെച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി അത്. ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സസ് 20 to 24 നമുക്കറിയാവുന്നൊരു സ്റ്റോറിയാണ് അല്ലേ? Luke chapter 15, it says about the prodigal son. തെറ്റിപ്പോയി, ഓടിപ്പോയി. പക്ഷെ there was a father who never ever gave up. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറാകാതെ, ഒരിക്കലും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്താതെ, ഒരിക്കലും അവന് വേണ്ടി വർക്ക് ചെയ്യുന്നത് നിർത്താതെ, he was always expectantly praying and waiting for this child, ready to receive him. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തെറ്റും, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തെറ്റുകൾ വരും, വീഴ്ചകൾ വരും. they will make mistakes, they will sin, we are all fallen human beings. അവർ തെറ്റുകൾ വരുത്തും. ഡെഫിനറ്റ്ലി നമ്മൾ വരുത്തിയിട്ടില്ലേ? ഞാൻ വരുത്തിയിട്ടില്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ അപ്പൻ കാണിച്ചതുപോലെ they should see an open arm, തുറന്നിരിക്കുന്ന കൈകളുള്ള ഒരു പിതാവിനെ, ഒരു മാതാവിനെ അവർ കാണണം. എന്ത് വീഴ്ചകൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും they should see. നമ്മുടെ വീട്ടിലായിരിക്കണം they should be open to say their failures. നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, നമ്മൾ ചെയ്തു പോയ വീഴ്ചകൾ, നമ്മുടെ വന്നുപോയ കുറവുകളൊക്കെ ഓപ്പണായിട്ട് അപ്പനോടും അമ്മയോടും പറയാൻ പറ്റിയാൽ that's a best home. Fathers, we have to take that lead. അവസാനമായി 1 Chronicles chapter 29 verse 10. 1 Chronicles chapter 29 and verse 10. David is praying for his son. Therefore Solomon. David blessed the Lord before all the assembly, and David said, blessed are you, Lord God of Israel, our Father forever and ever. Yours, O Lord, is the greatness, the power and the glory, the victory and the majesty. For all that is in heaven and in earth is yours. Yours is the kingdom, O Lord, and yes. You are exalted as head. He is praying for his son. പിതാക്കന്മാർ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ യഹൂദന്മാരുടെ ഇടയ്ക്കുള്ളൊരു പ്രാക്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ പിതാക്കന്മാർ വന്ന് ലേ ദെയർ ഹാൻഡ്സ് ഓൺ ദെയർ ചിൽഡ്രൻ ആൻഡ് ബ്ലെസ് ദം. എല്ലാ ദിവസവും അവരുടെ കൈകൾ വെച്ച്, തലയിൽ കൈ വെച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പാസ് ഓൺ ദാറ്റ് ബ്ലെസ്സിങ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. ദേവദാസന്മാർ പ്രാർത്ഥിക്കും, നോ ഡൗട്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. വിൽ പ്രേ ഫോർ ദം, ബട്ട് ഇറ്റ് ഷുഡ് ഹാപ്പൻ ഇൻ അവർ ഹോം. നമ്മുടെ കുഞ്ഞുങ്ങളെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പാസ് ഓൺ ദാറ്റ് ബ്ലെസ്സിങ്. ദൈവത്തിൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം, അവൻ മാനിക്കപ്പെടണം, അവനുള്ള ദൈവീയ വാഗ്ദത്തങ്ങൾ. ലോർഡ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ ജസ്റ്റ് ആസ് യു സെഡ്, ഐ ബ്ലെസ് ദം ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. പ്രാർത്ഥിക്കണം, ഡെയിലി കൈവച്ച് പ്രാർത്ഥിക്കണം. ലെറ്റ് ദ ബ്ലെസ്സിങ് ഫ്ലോ ഇൻ ടു ദ ലൈഫ് ഓഫ് അവർ ചിൽഡ്രൻ. ലെറ്റ് അവർ ചിൽഡ്രൻ ബി ബ്ലെസ്ഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് അവരെല്ലാ രീതിയിലും വളർന്നു വരട്ടെ. ആൻഡ് that responsibility lies on our father. See,
ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിങ്ങനെ ചിന്തിക്കും, ദൈവമേ, ഞാൻ ഉൾപ്പെടെ ചിന്തിക്കും, ദൈവമേ, നമ്മളിവിടെ എങ്ങും എത്തിയിട്ടില്ല. വി ഹവ് നോട്ട് റീച്ച്ഡ് എനിവെയർ, അല്ലേ? വി ഹവ് ഫെയിൽഡ്. ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഐ തോട്ട് മൈ ഫാദർ ഡിഡ് എ ബാഡ് ജോബ്, ഡിഡ്ന്റ് ഡു എ ഗുഡ് ജോബ് എന്നുള്ള ചിന്തയിലായിരുന്നു. അപ്പം ഞാൻ അന്ന് ചിന്തിക്കും, ഞാൻ അപ്പനാകുമ്പം ഞാനങ്ങ് തകർത്ത് മറിച്ചുകളെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷെ നൗ ലുക്കിംഗ് ബാക്ക്, if God gives me one more chance, ഞാൻ പുറകിൽ പോയി കുറേ തീരുമാനങ്ങൾ തിരുത്താൻ പറ്റിയിരുന്നെങ്കിൽ I would have changed a lot of things in the way that I have dealt with Joshua. ജോഷുവയോട് ഞാൻ പെരുമാറിയ ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ മാറ്റം വരുത്തിയാണ്. I failed. There's failure in me. ആ ഒരു ഫെയിലിയറിൻ്റെ ഭാരം വഹിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത്. പക്ഷേ നമുക്ക് we have a good father. We have a great father in heaven. ആ ഫാദറിൻ്റെ ചില ഗുണഗണങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് I am closing it. പെട്ടെന്ന് വാക്യങ്ങൾ. Psalm 68 verse 5, it says, a father of the fatherless and a judge of the widows is God in his holy habitation. അങ്ങ് ദൂരെ അകന്നിരിക്കുന്ന നമ്മളോടൊക്കെ അകലം പാലിക്കുന്നൊരു പിതാവല്ല നമ്മുടെ പിതാവ്. He is a father to the fatherless and a judge to the widows. നമുക്ക് വേണ്ടി നീതിയോടെ നമ്മളെ സ്നേഹിക്കുന്ന നല്ലൊരു പിതാവ് സ്വർഗത്തിലുണ്ട്. സോ നമ്മൾ ഫെയിൽ ചെയ്യുമ്പോൾ, when we fail, we can run to our father and say, Lord, I have failed as a father. Hallelujah. As a parent, I have failed, God. As a husband, I have failed. As a mother, and as a wife, I have failed, the Lord Jesus. Hallelujah. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട്, but you are a perfect father and I trust in you, oh God, and I want you to pour your fatherhood into me, oh God. കർത്താവേ, ആ പിതൃത്വം എന്നിലോട്ടൊന്ന് പകരണമേ എന്ന് ഡെയിലി നമ്മൾ ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒന്ന് ഇരിക്കാനുണ്ടല്ലോ. The fatherhood of God will be poured out into us. Isaiah 64:8, but now, oh Lord, thou art our father. ദൈവമേ, നീ ഞങ്ങളുടെ പിതാവാ. We are the clay and you are potter. ആ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മുടെ പിതാവായ, നമ്മുടെ സ്വർഗത്തിലെ അപ്പനായ നമ്മുടെ പിതാവായ നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് ചെല്ലാമോ? കർത്താവ്, യു ആർ ആ പോട്ടർ, വി ആർ ദ ക്ലേ. ഞങ്ങൾ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്നൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, God will make a better father of us. God will make a better husband of us. God will make a better mother out of us. God will make a better wife of us. ഹല്ലേലൂയ. ദൈവം നമ്മളെ ആ പിതൃത്വവും മാതൃത്വവും കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടെന്നേ. സ്തോത്രം. ഇറ്റ് ഈസ് ദേർ. കർത്താവിൻ്റെ പക്കലുണ്ട്. ധാരാളം ചോദിക്കുന്നവനെ വിധിക്കാതെ ധാരാളം പകരുന്നൊരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. Let's go to him. In Matthew chapter 6 and verse 9, it says, after this manner therefore pray, our Father in heaven. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന പലർക്കും ഈ ലോകത്തിൽ പിതാവെ എന്ന് വിളിക്കാൻ ഒരു പിതാവ് നിങ്ങളുടെ ജീവിതത്തിലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. പക്ഷേ സ്വർഗത്തിലൊരു പിതാവ് നമുക്കുണ്ട്. ആ അപ്പൻ്റെ അടുക്കൽ കടന്നു നിന്നിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കാൻ. ഹല്ലേലൂയ. Father who takes care even of the minutest details of our lives, even of the smallest things that we desire. നമ്മളെ നോക്കി കരുതുന്ന ഒരു ദൈവം, ഒരു പിതാവ് നമുക്കുണ്ട്. Our Father which art in heaven. Hallelujah. He is our heavenly Father. We can relate to him as our Father. നമ്മുടെ പിതാവിനോട് പറയാൻ പറ്റാത്തതൊക്കെ നമ്മുടെ സ്വർഗ്ഗത്തിലെ പിതാവിനോട് നമുക്ക് പോയി പറയാൻ കഴിയും. Matthew chapter 7 and verse 11. It says, if you then being evil know how to give good gifts unto your children, how much more shall your Father which is in heaven give good things to them that ask him. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ, ദൈവത്തിൻ്റെ നന്മ എത്രയധികം കൊടുക്കും. നമ്മളാരും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫാദേഴ്സ് ആയിട്ടില്ല. എനിക്കറിയാം, ഞാനും ആ ഭാരം ചുമന്നുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. There's lot of room of improvement in me. അല്ലെങ്കിൽ ഒത്തിരി ഇമ്പ്രൂവ് ആകാൻ എനിക്കുണ്ട്. ഞാൻ അവിടെ എങ്ങും എത്തിയിട്ടില്ല. അതുകൊണ്ട് I cry out, കർത്താവേ, make me a father just as you are a God. Hallelujah. Make me a husband like you are to the church, a God. That is my heart cry. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? Lord, make me a father just like you are. ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട് എങ്ങനെ കരുണ കാണിക്കുന്നു, as a father pities his children, അല്ലെങ്കിൽ തൻ്റെ ഭക്തന്മാരോട് കരുണ കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുപോലെ കരുണ കാണിക്കാൻ, അതുപോലൊരു സ്വഭാവം എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അത് മാത്രമല്ല, Romans chapter 8 and verse 15 we read, we have not received a spirit of bondage
again to fear. Hallelujah. നാം ഇനി ഭയപ്പെടുവാൻ ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ God has given us the spirit of adoption so that we can call him Abba, Father. Hallelujah. Stotram. He is not some strange being, some power, some kind of power living beyond the skies. Hallelujah. Who doesn't understand our pain and weakness? No. Hallelujah. Stotram. Hallelujah. നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തൻ്റെ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്ന് he has told us, call me Abba, call me Father. നമ്മളെ ഭയപ്പെടുത്തി വെരിട്ടി പോലീസുകാരനെ പോലെ അടിക്കാൻ നിൽക്കുന്ന ഒരു ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. He said, call me Father, call me Father. I am pouring out the spirit of adoption into you. In 1 Peter chapter 1 and verse 17, he says, if you call on the Father who without respect of persons. നമുക്കെല്ലാം ഫേവറേറ്റ് മക്കളുകളുണ്ട് അല്ലേ? ഈ മോള്, ഈ മോന്, അവൻ മൂത്തതാ, അല്ലെ അവൻ ഇളയതാ, അല്ലെ അവൾ ഇളയതാ, അതാ എൻ്റെ കൊച്ചു എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷെ ഫോർ ഗോഡ് there's no respecter of persons. അങ്ങനെ സഫർ ചെയ്തിട്ടുള്ള പിള്ളേരൊക്കെ എനിക്കറിയാം. അപ്പനും അമ്മയ്ക്കും ഒരു പർട്ടിക്കുലർ കൊച്ചിനോട് കൂടുതൽ സ്നേഹം, മറ്റവർക്കെല്ലാം അയ്യോ എന്നാലും എന്നെ അങ്ങനെ സ്നേഹിക്കുന്നില്ലല്ലോ. പക്ഷേ ഈ ഫാദർ ഉണ്ടല്ലോ, our heavenly father does not have any respecter of persons. നമ്മളെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന, ഒരുപോലെ കരുതുന്ന, ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെവൻലി ഫാദർ നമ്മുടെ ഫാദർ. Shall we close our eyes? Hallelujah. On this day, shall we let it be our heart cry, കർത്താവേ, അങ്ങ് എൻ്റെ പിതാവായിരിക്കുന്നത് പോലെ, ഞാൻ നല്ല പിതാവായിരിക്കുന്നത് പോലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു നല്ല പിതാവായിരിക്കാനുള്ള കൃപ കർത്താവ് എനിക്ക് നൽകി തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? Hallelujah. He will pour it out. He will pour the fatherhood of God into us. The motherhood of God. പിതൃത്വവും മാതൃത്വവും. We might have, നമ്മുടെ പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കന്മാർക്കൊക്കെ ഒത്തിരി തെറ്റ് നമുക്ക് പറയാൻ കാണും. അവരങ്ങനെ ആയിരുന്നില്ല, അവരിങ്ങനെ ചെയ്തില്ല, അവരെന്നെ സ്നേഹിച്ചില്ല, അവരെന്നെ കരുതിയില്ല, എന്നെക്കാൾ മറ്റേ ആളെ സ്നേഹിച്ച് ഒത്തിരി കുറവ് പറയാൻ കാണും. പക്ഷേ I want you to introduce Jesus as our loving Father who does not have any respect of persons, but he has pity, he has compassion on his children. Hallelujah. നമ്മളെ സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവ്. He is a good Father. He is a good Father. Father, we thank you for this beautiful morning, and thank you for speaking to us. Lord, we have all failed in our fatherhood and in our motherhood, Lord, but we pray that you will give us the grace that we will become that perfect father and perfect mother, just like you are, Lord Jesus. Lord, we do not have the grace, we do not have the ability, we fail so many times, we are so times afraid, we are so many times we have failed, but Lord, today morning we come to you and cry out to you, Lord. We need your grace, we need your wisdom, we need your all love, all surpassing love. ആ സ്നേഹം ഞങ്ങളുടെ മേൽ പകരണമേ, ആ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. Thank you for hearing our prayers. In Jesus' name we pray. Amen. Amen. Hallelujah.